കൈക്കൂലി ഇല്ലാതെ കേരളത്തിൽ ഒന്നും നടക്കില്ലെന്ന അവസ്ഥയാണ്. എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ ഓഫീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥന് മുതൽ തൂപ്പുകാരന് വരെ പൈസ കൊടുക്കേണ്ട അവസ്ഥയാണ്. പൊതുജന സേവനത്തിന് വേണ്ടി സർക്കാർ ഓഫീസുകളിൽ പൊതുജനത്തിന്റെ കയ്യിൽ നിന്ന് ടാക്സ് ഇനത്തിൽ പിരിക്കുന്ന പണത്തിൽ നിന്ന് ശമ്പളം പറ്റുന്നവരാണ് പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ കൂടി കൈയിട്ട് വരുന്നത്. കൈക്കൂലി കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് എറണാകുളം RTO TM ജേഴ്സൺ ആണ്. ഇയാൾ പണം വാങ്ങുന്നത് മോട്ടോർ വാഹന വകുപ്പിൽ മിക്കവർക്കും അറിവുള്ള കാര്യമാണ്. കൈക്കൂലി വഴി വർഷങ്ങൾ കൊണ്ട് ജേഴ്സൺ കോടികളാണ് സമ്പാദിച്ചതെന്നും പലതും ബിനാമിയായും മറ്റും മാറ്റിയോട്ടെന്നും അറിയുന്നവരുമുണ്ട് കൂട്ടത്തിൽ. മോട്ടോർ വാഹന വകുപ്പിലെ നടപ്പു രീതി എന്ന രീതിയിലാണ് ഇത് അവഗണിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഏതു കാര്യത്തിനും ജേഴ്സൺ കൈക്കൂലി ആവശ്യപ്പെട്ടു തുടങ്ങിയത് മുതൽ ബസ് ഉടമകളായ ചിലരെ വെറുപ്പിച്ചതോടെ ഒരു മറുപണി കൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു അവർ. മുൻപ് പലപ്പോഴായി ജേഴ്സൺ ലക്ഷങ്ങൾ നൽകിയിരുന്നവർ തന്നെ ഒടുവിൽ വിവരം വിജിലൻസിനെ അറിയിച്ചു തുടങ്ങി. അഴിമതിയെക്കുറിച്ച് വിജിലൻസിനും വിവരമുണ്ടായിരുന്നെങ്കിലും തെളിവുകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ബസ് പെർമിറ്റിന്റെ രൂപത്തിൽ ജേഴ്സനെ തേടിയെത്തിയത്. ബസിന്റെ പെർമിറ്റ് അനുവദിക്കുന്നതിനും മറ്റും 25,000, 30,000 രൂപ വരെയാണ് കൈക്കൂലി ഇനത്തിൽ മറയുന്നത്. മോട്ടോർ വാഹന വകുപ്പിലെ പല അഴിമതികൾക്കും ജേഴ്സൺ കൈക്കൂലി ഈടാക്കി തുടങ്ങിയിരുന്നെന്നാണ് ചില സഹപ്രവർത്തകർ വ്യക്തമാക്കുന്നത്. കടുത്ത ദൈവവിശ്വാസിയും നന്നായി പെരുമാറുന്ന ആളുമാണ് ജേഴ്സൺ. കൈക്കൂലിക്കാരൻ എന്ന ചീത്തപ്പേരുള്ളപ്പോഴും നല്ല പെരുമാറ്റവും മറ്റും കൊണ്ട് അധികം തട്ടുകേടൊന്നും കൂടാതെ മുന്നോട്ട് പോകാൻ ജേഴ്സന് കഴിഞ്ഞു എന്നും ചില സഹപ്രവർത്തകർ പറയുന്നു. ലൈസൻസ് പുതുക്കൽ പോലുള്ള ചെറിയ കാര്യങ്ങൾക്ക് ചെറിയ കൈക്കൂലിയായിരുന്നു ഏജന്റുമാർ വഴി ചുമത്തിയിരുന്നത് എങ്കിൽ പണം കായ്ക്കുന്ന മരം ബസ് ഉടമകളായിരുന്നു. ഏത് സേവനത്തിനും കൈക്കൂലി എന്നതായി പിന്നീട് നടപ്പ് രീതി. ഓരോ സേവനങ്ങൾക്കും അപേക്ഷിക്കുന്നത് അങ്ങേയറ്റം സങ്കീർണമാക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ആളുകൾക്ക് ഏജന്റുമാരെ ആശ്രയിക്കേണ്ടി വരുന്നതെന്ന് ഈ മേഖലയിലെ വിദഗ്ധർ തന്നെ പറയുന്നു. പല അപേക്ഷാ ഫോമുകളും വായിച്ചാൽ പോലും മനസ്സിലാകാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ ഏജന്റുമാരെ ആശ്രയിക്കുന്നത്. ജേഴ്സൺ അടക്കമുള്ള ഒരു വിഭാഗം RTO ഉദ്യോഗസ്ഥർ ഈ സാഹചര്യം നന്നായി മുതലെടുക്കുകയും ചെയ്യുന്നുണ്ട്. ബസ് പെർമിറ്റിന്റെ പേരിൽ വലിയ മാഫിയ പോലെയാണ് RTO ഓഫീസ് പ്രവർത്തിച്ചിരുന്നതെന്ന് പറയുന്നത് ബസ് ഉടമകൾ തന്നെയാണ്. പുതിയ പെർമിറ്റ് സമയക്രമം എന്നിവയൊക്കെ നിശ്ചയിക്കുന്നത് ഈ മാഫിയ തന്നെയാണ്. അതിനുള്ള വിഹിതം കൃത്യമായി കൊടുക്കുകയും വേണം. വലിയ റൂട്ടുകളിൽ ബസ്സിന് പെർമിറ്റ് ലഭിക്കുന്നതിന് വലിയ വില തന്നെ കൊടുക്കേണ്ടി വരും. ഒട്ടുമിക്ക ബസ് മുതലാളിമാരും അപേക്ഷ സമർപ്പിക്കുന്നത് ഏജന്റുമാർ മുഖേനയാണ്. അപേക്ഷ കൊടുക്കുന്നത് മുതൽ സമയക്രമം ലഭിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ അവർ നടത്തി കൊടുക്കും. ഭീമമായ ഒരു തുക RTO ഉദ്യോഗസ്ഥർക്കും അതിന്റെ ഒരു വിഹിതം ഏജന്റിനും കൈക്കൂലിയായി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ ബസ് ഉടമകളുടെ സമയക്രമം തീരുമാനിക്കുന്ന ടൈമിംഗ് കോൺഫറൻസ് എന്നാൽ യുദ്ധസമാനമായ അവസ്ഥയാണെന്നാണ് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ പോലും പറയുന്നത്. ഏജന്റുമാരുടെ നിയന്ത്രണത്തിലാണ് ഇത് നടക്കുന്നത്. പോക്കറ്റുകൾ നിറയുന്നത് ഉദ്യോഗസ്ഥരുടെയും. ഇത്തരത്തിൽ ജേഴ്സണും വലിയ തോതിൽ പണം സമ്പാദിച്ചു എന്നാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. 4 അക്കൗണ്ടുകളും 4 ലോക്കറുകളും ജേഴ്സൺ ഉള്ളതായി ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. ബന്ധുക്കളുടെയും ബിനാമി പേരിലുള്ള വസ്തുവകകൾ ഏതൊക്കെയാണെന്ന് അന്വേഷിക്കലാണ് വിജിലൻസ് ഇപ്പോൾ ചെയ്യുന്നത്. ജേഴ്സനെ വകുപ്പ് തല നടപടിക്ക് പുറമെ സ്വത്ത് മരവിപ്പിക്കൽ, അനധികൃത സ്വത്ത് സമ്പാദനം അടക്കമുള്ള വേഗം പൂട്ടാൻ തന്നെയാണ് വിജിലൻസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഷ്ടപ്പെട്ട് പഠിച്ചു തന്നെയാണ് ഗവൺമെന്റ് ജോലി നേടുന്നത് എന്ന് കരുതി അതിൽ കയറി കഴിഞ്ഞാൽ എല്ലാവിധ ആനുകൂല്യങ്ങളും സർക്കാർ നൽകുന്നുമുണ്ട്. എന്നിട്ടും മതി വരാതെ 10 കിട്ടുമെങ്കിൽ 100 വേണമെന്നും 100 1000 എന്നും ചിന്തിക്കുന്ന അത്യാഗ്രഹത്തിന് തിരിച്ചടി കിട്ടേണ്ടത് തന്നെയാണ്. സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങുന്ന പാവപ്പെട്ടവന്റെ കണ്ണീരിനും ദാരിദ്ര്യത്തിനും വിലയിടുന്നവരെ വീട്ടിലിരുത്തുക തന്നെ വേണം.